ഇലക്ഷന്റെ റിസൾട്ട് വന്നു. 3 വോട്ട്. 3 വോട്ടിന് നീ ജയിച്ചോ? ആഹാ. ഓ ചെലവുണ്ട്. അതെ അതെ, ഉടനെ ആയിക്കോട്ടെ. ഉടനെ ആയിക്കോട്ടെ. ജയിച്ചില്ല, തോറ്റു. അയ്യോ, 3 വോട്ടിന് തോറ്റോ? കഷ്ടായി പോയി. 3 വോട്ടിന് തോറ്റോ? സാരമില്ല, പോരാടി ജയിച്ചു എന്ന് ഓർത്താൽ മതി. 3 വോട്ടിന് തോറ്റു എന്നല്ല, ആകെ കിട്ടിയത് 3 വോട്ട്. എന്റെ വോട്ട് ഞാൻ എനിക്ക് ചെയ്തു. എന്റെ വീട്ടിൽ ആകെ ഉള്ളത് 4 വോട്ട്. അപ്പൊ നിങ്ങൾ ആരാണ് എനിക്ക് വോട്ട് ചെയ്യാത്തതെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. ഞാൻ നിനക്കാടാ വോട്ട് ചെയ്തത്. ഞാൻ നിനക്കല്ലാണ്ട് പിന്നെ വേറെ ആർക്കും വോട്ട് ചെയ്തു? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാടാ, പെറ്റമ്മ. ഞാൻ വേറെ ആർക്കും ചെയ്തില്ല, ചേട്ടൻ തന്നെ ചെയ്ത്. സ്വന്തം കെട്ടിയ വോട്ട് ചെയ്യേണ്ട വേറെ ആർക്കും ചെയ്യാൻ പറ്റും ചേട്ടാ വോട്ട്? എന്നെ നോക്കണ്ട, ഞാൻ നിൽക്കുന്ന ഇവിടെ എനിക്ക് ഒരേ ഒരു മോള് ഇവളല്ലേ ഉള്ളൂ. അവളുടെ ഭർത്താവ് നീയല്ലേ, അപ്പൊ നീ എനിക്ക് മോനല്ലേ. ഞാൻ നിനക്കല്ല ആർക്കും ചെയ്യൂ. എടാ സത്യമായിട്ട് ഞാൻ നിനക്ക് വോട്ട് ചെയ്തു. ചേട്ടാ ഞാൻ സത്യമായിട്ടും ചേട്ടനെ വോട്ട് ചെയ്തേ. ഞാൻ പണ്ടേ സത്യസന്ധൻ. സത്യം സത്യം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ലാന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈ സത്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആരാ എനിക്ക് വോട്ട് ചെയ്യാത്തത് എനിക്ക് അറിഞ്ഞേ പറ്റും. നീ ഇത് പറയുന്നത് എനിക്ക് അറിയാമായിരുന്നു. അതിന് ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോഴേ മൊബൈലിന്റെ ക്യാമറ ഓൺ ആക്കിയ പോക്കറ്റ് ഇട്ടിരുന്നത് അറിയോ. നീ ഇത് നോക്ക്, ഞാൻ കാണിച്ചു തരാം. ആണ് ഇപ്പൊ എന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? അതെ, ഈ അച്ഛന്റെ മോളെ ഞാനും എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ ചേട്ടൻ കാണാൻ കണ്ണു നിറച്ച് കാണാൻ. എന്നാ കാണാൻ. ഇപ്പൊ എന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രപഞ്ചത്തിലെ പോരാളിക്ക് വല്ലതും പറയാനുണ്ടോ? ഉണ്ടോന്ന് പറയാം. എന്തത് എന്തത്? നിർത്തടാ നീ കടന്ന് തുള്ളല്ലേ. നീ അപ്പുറത്തെ വാസന്തിക്കും പുറകിലത്തെ ദേവയ്ക്കും ഇപ്പുറത്തെ ഇന്ദിരയ്ക്കൊക്കെ നീ 500 രൂപ വെച്ച് കൊടുത്തില്ലേ? എനിക്ക് നീ 10 പൈസ വന്നോ? അല്ല, അത് പിന്നെ എന്ത് പിന്നെ? പെറ്റ തള്ളയ്ക്കൊന്നും കൊടുക്കാത്തവനാ നാട്ടുകാരെ സേവിക്കാൻ പറ്റും. നിന്റെ എതിർ സ്ഥാനാർത്ഥിയില്ലേ ആ ഗോപാലകൃഷ്ണൻ, അവൻ എനിക്ക് 1500 രൂപ തന്നെ. അപ്പൊ ഞാൻ 1500 രൂപ തന്നെ അവന് വോട്ട് ചെയ്യണോ? എനിക്ക് 5 പൈസ പോലും തരാത്ത നിനക്ക് വോട്ട് ചെയ്യണം. അപ്പൊ ഇതാണല്ലേ പ്രപഞ്ചത്തിലെ പോരാളിയായ അമ്മ. അതൊക്കെ അങ്ങ് സിനിമയിലെ വീട്ടുകാർക്ക് പോലും പ്രയോജനമില്ലാത്ത നീയാണോടാ നാട്ടുകാർ നന്നാക്കുന്നത്. ഇപ്പൊ മാറി നിൽക്കടാ. ഇനി നിന്റെ ഗോപാലകൃഷ്ണൻ നമ്പർ ഇനിയിപ്പൊ അത് കാര്യമുണ്ടോ അച്ഛാ? നമ്മുടെ വോട്ട് പോയി, ഞാൻ പോട്ടെ. എനിക്ക് അടുക്കള പണിയുണ്ട്. നിയമസഭാ ഇലക്ഷൻ ഈ പറ്റുപറ്റില്ല. എത്ര പെട്ടെന്ന് ഗോപാലകൃഷ്ണനെ കാണും. നേതാവേ, ഇതങ്ങ് പോട്ടെ, നമുക്ക് അടുത്ത ഇലക്ഷൻ അങ്ങ് പിടിക്കാം. അപ്പൊ നിന്റെ വോട്ട് ആർക്കാണ് തെണ്ടി ചെയ്തത്? അത് പിന്നെ